തിരുവനന്തപുരത്തെ CSI മെറ്റീർ മെമ്മോറിയൽ പള്ളിയെ കത്തീഡ്രലായി ഉയർത്തി സ്ഥാപിച്ച ബോർഡ് ഒരു വിഭാഗം വിശ്വാസികൾ എടുത്തുമാറ്റി പുതിയ ബിഷപ്പ് ഇൻചാർജായി റോയ്സ് മനോജ് വിക്ടർ സ്ഥാനമേറ്റെടുത്തതിന് പിന്നാലെയാണ് ബോർഡ് മാറ്റിയത്. കത്തീഡ്രലായി ഉയർത്തിയ പ്രഖ്യാപനത്തിനെതിരെ നേരത്തെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്ന് രാവിലെയാണ് ഒരു വിഭാഗം വിശ്വാസികൾ CSI ദക്ഷിണ കേരള മഹാ ഇടവക ആസ്ഥാനത്തുള്ള മെറ്റീർ മെമ്മോറിയൽ പള്ളിയിലെത്തി കത്തീഡ്രൽ എന്നെഴുതിയ ബോർഡ് നശിപ്പിച്ചത്. പള്ളിയെ കത്തീഡ്രലായി പ്രഖ്യാപിച്ചതിനെതിരെ കഴിഞ്ഞ വർഷം വലിയ പ്രതിഷേധമുയർന്നിരുന്നു. മുൻ ബിഷപ്പ് ധർമ്മരാജ് റസാലത്തിന്റെ നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഒരു വിഭാഗം വിശ്വാസികൾ പ്രഖ്യാപിച്ചിരുന്നു. ഇവരെ പള്ളിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. കോടതി ഇടപെടലിൽ കഴിഞ്ഞ മാസം ബിഷപ്പ് ധർമ്മരാജ് റസാലത്തിന് സ്ഥാനം നഷ്ടമായി. പുതിയ ബിഷപ്പ് ഇൻചാർജായി റോയ്സ് മനോജ് വിക്ടർ സ്ഥാനമേറ്റെടുത്തതിന് പിന്നാലെയാണ് പള്ളിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വിശ്വാസികൾ തിരിച്ചെത്തുകയും ബോർഡെടുത്ത് മാറ്റുകയും ചെയ്തത്. CSI മെറ്റീർ മെമ്മോറിയൽ ചർച്ച് എന്നെഴുതിയ പുതിയ ബോർഡും പള്ളിക്ക് മുൻപിൽ സ്ഥാപിച്ചു. ഒന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലോ CSIയുടെ കോൺസ്റ്റിറ്റ്യൂഷനിലോ കത്തീഡ്രൽ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല. അതൊരു കാത്തലിക് ബിലീഫാണ്. അത് ഞാൻ കാരണം ഇപ്പോഴും ഈടിയുടെ വിഷയങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം, മാധ്യമങ്ങൾ വിഷയങ്ങൾ അറിയാം. കഴിഞ്ഞ സെപ്റ്റംബർ 5-ാം തീയതി അദ്ദേഹത്തിൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ റെസിഡൻസ് അദ്ദേഹം വെക്കേറ്റ് ചെയ്തിട്ടില്ല. വീണ്ടും തുടരുകയാണ്. ഏത് കോർപ്പറേറ്റ് മാനേജറായിട്ട് തുടരുകയാണ്. 63 പേർക്കോളം ജോലി വാഗ്ദാനം ചെയ്ത് ആ വിഷയം വീണ്ടും ലൈവായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കാരക്കോണത്തുള്ള വിഷയങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സമ്പത്ത് തന്നെയാണ് നമ്മുടെ സഭയിൽ ഇത്രയും ഇത് അധംപതിക്കാനായിട്ട് കാരണമായി തീർന്നത്. ബോർഡ് മാറ്റിയതിനു ശേഷം വിശ്വാസികൾ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് മടങ്ങിയത്. മലബാർ മഹാ ഇടവകയുടെ ബിഷപ്പായ റോയ്സ് മനോജ് വിക്ടർ CSI ദക്ഷിണ കേരള മഹാ ഇടവകയുടെ ബിഷപ്പ് ഇൻചാർജായിട്ടാണ് സഭാ ആസ്ഥാനമായ LMS-ലെത്തി സ്ഥാനമേറ്റെടുത്തത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.